പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. എന്ത് വേഗുല മാധവ ഇയാളെങ്ങനെ ഇവിടെ വന്ന് പോവി ചെല്ലുന്നിടത്തൊക്കെ ഈ പോതോളം പറഞ്ഞിട്ടല്ലോ പണ്ടോരോടങ്ങാൻ. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് എന്നാലും ഈ പറയുന്ന ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദ്യം. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്. എന്നെ തൊട്ടാൽ ഈ കോലാലംപൂരി എരിയും. ഓം ഗ്ലാനിർ ഭവതി ഭാരത്. കാരണം അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. സത്യം പറയുള്ളൂ. ഒരു വ്യക്തി പൂജ അതിന്റെ അകത്തില്ല. എനിക്ക് ഈ പൂജയും മന്ത്രമൊന്നും വശമില്ല. ആ സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിന്റെ സംശയം. അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. എനിക്ക് ആ കോട്ടയം കൊച്ചാനോട് രണ്ട് വർത്താനം ചോദിക്കാതെ എന്റെ നാക്കിലെ ചൊറിച്ചിൽ മാറുകയല്ല. ഒരു സൂര്യനുമല്ല, ഒരു മണ്ണാങ്കട്ടയുമല്ല എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മറിയച്ചേടത്തിക്ക് ചട്ടിയെടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പുറത്തിറങ്ങി വരേണ്ടി വന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സൂര്യനാണെങ്കിൽ ആ സൂര്യൻ ചെയ്യേണ്ടത് സ്വന്തം മകൾക്കോ മകനോ പ്രകാശ് ബാബു മകന്റെ ബന്ധുവിനോ സഹായ സഹകരണങ്ങൾ ചെയ്യുകയല്ല സൂര്യന്റെ പണി. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ. സൂര്യൻ എന്ന് പറയുന്നത് വിശ്വത്തിന്റെ മുഴുവൻ അറിവായിട്ട് മാറേണ്ട ആളാണ്. അങ്ങനെയൊന്നുമില്ല. സൂര്യനാണെങ്കിൽ സൂര്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തതയുമില്ലാതെ ഒരു വ്യതിരിക്തതയുമില്ലാതെ ഇപ്പൊ എന്താ പറഞ്ഞ? ഒരു വ്യത്യസ്തതയുമില്ലാതെ ഒരു വ്യതിരിക്തതയുമില്ലാതെ നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രകാശിക്കുകയാണ്. ഇത് ചിലർക്ക് വേണ്ടി മാത്രം പ്രകാശിക്കുന്ന ഈ മനുഷ്യനെ കണ്ട് സൂര്യൻ എന്ന് വിളിക്കാൻ ഗോവിന്ദമാഷക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അടുത്തു തന്നെ അദ്ദേഹത്തെ മാനസിക രോഗാശുപത്രിയിലാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ കാറിൽ പോ.